അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു കരിങ്കോയിന കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബാക്കി വീഡിയോയിലൂടെ. ഇനി ഒന്ന് ചെറിയൊരു പീസായി കട്ട് ചെയ്ത് മസാലയൊക്കെ പെരുക്കി സെറ്റാക്കാം. ലേശം ഓയിലത്ത് ലേശം നാടൻ കോഴി നെയ്യ് കൂടി ചേർത്തോട്ടിട്ടുണ്ട്. പട്ട, കറാമ്പൂ, പെരിജീരകം, കുരുമുളക് എല്ലാം ചേർത്ത് മസാല. ചേർക്കാൻ പോകുന്ന മസാലകളാണ് ഇതിൽ കാണാൻ പോകുന്നത്. മസാലക്കൂട്ടിൽ തക്കാളി ഉണ്ട് ഒരു 3 എണ്ണം, ഇഞ്ചി ആവശ്യത്തിന്, പച്ചമുളക് ഒരു 4 എണ്ണം, മല്ലിച്ചപ്പ്, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലോണം ചതച്ച് വെച്ചാണ്. വെളുത്തുള്ളി നല്ല വൃത്തി ചെറുവിട്ട് ചതച്ച് വൃത്തിയാക്കി. ശേഷം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് മസാലകൾ പെട്ടെന്ന് മൂത്ത് വരും. അടുത്തത് നമ്മുടെ കരിങ്കോയി ചെറുതായി പീസായി അരിഞ്ഞ് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. അടുത്തത് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ബാക്കി കുരുമുളക് യൂസ് ചെയ്യാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി. അപ്പോൾ മുറിച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് കുറച്ച് കഴിഞ്ഞ് മൂടി വെക്കാം. വേഗം കുറച്ച് സമയം എടുക്കും. കുറച്ച് നേരം കഴിയും. ലേശം മല്ലിയില നമുക്ക് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നന്നായി ചതച്ച് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കിഴയിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ നാടൻ കരിങ്കോയി കട്ട് റെഡിയായി വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എടുക്കും മക്കളെ. ലേശം ചാറിൽ മുക്കി. ആഹാ, നല്ല ചൂട്. ഒരു കഷ്ണം പീസ് പറയും. ആ കുരുമുളകിൻ്റെ ഒരു റെഡിക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി മസാല എങ്ങനെ കൂട്ടാ? അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ.